ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ലോജിടെക്കിന്റെ വയർലെസ് മൗസ് ആയ G304 എന്ന് പറയുന്ന മൗസ് ആണ്. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഗെയിമേഴ്സ് ആണ്. അത്യാവശ്യം നല്ല രീതിക്ക് ലേറ്റൻസി കുറവും. ബ്രാൻഡ് തന്നെ പറഞ്ഞിരിക്കുന്നത് ലൈറ്റ്നിങ് സ്പീഡ് വയർലെസ് മൗസ് എന്നാണ്. അതുപോലെ തന്നെ ഞാനിപ്പോൾ അറൗണ്ട് ഒരു 2 വീക്സ് ഞാൻ ഈ മൗസ് ഒന്ന് യൂസ് ചെയ്ത് നോക്കി. എന്തുകൊണ്ടും അടിപൊളി മൗസ് തന്നെയാണ്. അത്യാവശ്യം പ്രൊഫഷണൽ രീതിയിലേക്കൊന്നും നമുക്ക് ഈ മൗസിനെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അത്യാവശ്യം ഇപ്പൊ നോർമലി അധികം നിങ്ങൾക്ക് ബഡ്ജറ്റ് വേണ്ട എന്ന ഒരു അടിപൊളിയായിട്ടുള്ള ലേറ്റൻസിയും കുറവുള്ള, പിന്നെ നല്ല അത്യാവശ്യം സ്പീഡ് ഉള്ളതും 12,000 DPI ഒക്കെ വരുന്നുണ്ട്. ഒരു ബഡ്ജറ്റ് റേഞ്ച് ഒരു 2,500 ആ ഒരു പ്രൈസ് റേഞ്ച് ഞാൻ മേടിച്ചപ്പോൾ ഈ മൗസ് വരുന്ന ഒരു 2,500 or 600 ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഈ മൗസ് ഇതിന്റെ സ്റ്റാർട്ടിങ് വരുന്നത്. ഇടയ്ക്ക് ഈ പ്രൈസ് ഡ്രോപ്പും കാര്യങ്ങളൊക്കെ ഈ മൗസിന് ഇത് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ നോക്കി മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൈസിൽ കുറച്ചുകൂടിയും കുറവ് കിട്ടും. എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് വെച്ച് എന്തുകൊണ്ടും അടിപൊളി മൗസ് ആണ്. ഓൾറെഡി മൗസ് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ മൗസ് വന്നിട്ട് ലോജിടെക്കിന്റെ G304 എന്ന് പറയുന്ന മൗസ് 12,000 DPI. ഇത് ഓപ്പൺ ചെയ്യുമ്പോഴാണ് നമുക്ക് ബാറ്ററി ഇടാനുള്ള സ്പേസ് ഇവിടെ കിട്ടുന്നതും പിന്നെ നമ്മുടെ ഡോങ്കിൾ ഈ ഒരു സ്പേസിൽ നിന്നാണ് ഡോങ്കിളും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. ഈ സ്പേസിൽ നമുക്ക് ഡോങ്കിളൊക്കെ വെക്കാം. ദെൻ ബാറ്ററി എ ബാറ്ററിയാണ്. ആ കൂടി നമ്മുടെ ബോക്സിൽ വരുന്നത് ഈ മൗസും ഈ ഡോങ്കിളും പിന്നെ വേറൊരു ഓടിയുണ്ട്. പിന്നെ വരുന്നത് ഈ എക്സ്റ്റൻഷൻ ആണ്. കാരണം നമ്മുടെ ഇപ്പൊ നിങ്ങൾ സിസ്റ്റത്തിലൊക്കെ കുത്തുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ CPU ബാക്കിലായിരിക്കും ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഇത് കണക്ട് ചെയ്യുക. അപ്പൊ ഡോങ്കിള് അത്തരം റേഞ്ച് കൂടുന്നോറും ഡിലേ അത്രയും കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി ഒരു എക്സ്റ്റൻഷൻ പോലെ തന്നിരിക്കുകയാണ്. ഇത് നമ്മുടെ ഒരു USB കേബിള് നമ്മുടെ CPU കണക്ട് ചെയ്യുക. എന്നിട്ട് ആ ഡോങ്കിള് നമ്മളിവിടെ കണക്ട് ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് ഫിറ്റിംഗ് ആണ്. നമ്മുടെ മൗസിന്റെ അടുത്ത് തന്നെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും ലേറ്റൻസി നമുക്ക് കുറവായിരിക്കും. പിന്നെ ഇതിൽ RGB കാര്യങ്ങളൊന്നും വരുന്നില്ല. ആ കൂടി ഒരു ഇൻഡിക്കേറ്റർ ആണ് വരുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ DPI മാറ്റാനുള്ളതാണ്. DPI മാറ്റുന്നതനുസരിച്ച് ഉള്ള ഇൻഡിക്കേറ്റർ ആണ്. പിന്നെ ഇതിന് തന്നെ അവർ സോഫ്റ്റ്വെയർ ഉണ്ട്. സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ ഒരു പണിയില്ല. നമ്മൾ ലോജിടെക്കിന്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തന്നെ നമുക്കിത് കാണാവുന്നതാണ്. അത് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ഡെമോ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ലോജിടെക്കിന്റെ സോഫ്റ്റ്വെയർ. ഇതിൽ നമ്മുടെ മൗസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കൊന്നും വേണ്ട. നമ്മുടെ മൗസ് പ്ലഗിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി തന്നെ അവർ ഡിറ്റക്ട് ചെയ്ത് നമുക്ക് തരുന്നതാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെയാണ് നമ്മുടെ DPI സെറ്റ് ചെയ്യുന്നത്. ഞാനിപ്പോൾ എൻ്റെ DPI സെറ്റ് ചെയ്യുന്നത് 1250 പിന്നെ നമുക്ക് ഇതിൽ 12,000 DPI വരെ ഇതിനകത്ത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചേഞ്ച് ചെയ്ത് കൊടുക്കാം. കളർ മാറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ എല്ലാ സംഭവം, കസ്റ്റമൈസേഷൻ എല്ലാ സംഭവവും നമ്മുടെ ഈ സോഫ്റ്റ്വെയർ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ചെയ്യേണ്ടത് ലോജിടെക്കിന്റെ വെബ്സൈറ്റിൽ കയറുക, നമ്മുടെ ലോജിടെക്കിന്റെ തന്നെ മൗസിന്റെ സോഫ്റ്റ്വെയർ സെലക്ട് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. നമ്മുടെ മൗസ് പ്ലഗിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് അവിടെ പോപ്പപ്പ് വരും. നമ്മുടെ മൗസ് ഏതാണോ അതിന്റെ ആ മൗസ് ഡിറ്റക്ട് ചെയ്ത് ആ മൗസ് നമുക്ക് കാണിക്കും. നേരത്തെ കാണിച്ച പോലെ തന്നെ ഇതുപോലെ മൗസ് കാണിക്കും നമുക്ക്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്യാം. കസ്റ്റമൈസ് ചെയ്യാനായിട്ട് DPI മാത്രമേ നമുക്ക് ഇതിനകത്ത് കസ്റ്റമൈസേഷൻ വരുന്നുള്ളൂ. LED RGB അങ്ങനത്തെ സാധനം നമുക്ക് വരുന്നില്ല. സോ അധികം കോംപ്ലിക്കേഷനും കാര്യങ്ങളൊന്നുമില്ല. എന്തുകൊണ്ടും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മൗസ് തന്നെയാണ്, വയർലെസ് മൗസ് തന്നെയാണ്. അത് എടുത്ത് പറയുന്നു. ഈ ഒരു പ്രൈസ് റേഞ്ച് അത്യാവശ്യം നല്ലൊരു ബ്രാൻഡ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ക്വാളിറ്റി വൈസ് ആണെന്നുണ്ടെങ്കിലും എന്തുകൊണ്ടും നല്ലൊരു മൗസാണ്. ഈ മൗസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ കൂടുതലായിട്ട് RGB കാര്യങ്ങളൊന്നുമില്ല. പിന്നെ RGB വരുന്നത് RGB അല്ല, ഒരു ഇൻഡിക്കേഷൻ ലൈറ്റ് വരുന്നുണ്ട്. അത് ഈ കാണുന്ന ഈ ഒരു DPI സ്വിച്ചിങ് ഇൻഡിക്കേഷൻ മാത്രമാണ്. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു 2,600 പ്രൈസ് റേഞ്ചിലൊക്കെ നല്ലൊരു വയർലെസ് മൗസ് നോക്കുന്നവർക്ക് അത്യാവശ്യം നല്ല ബ്രാൻഡും ക്വാളിറ്റിയും പെർഫോമൻസും ഒക്കെ നല്ല രീതിക്ക് തന്നെ തരാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ് ലോജിടെക്. അവർ കഴിഞ്ഞ ഒരുപാട് വർഷമായിട്ട് നമ്മുടെ ഈ ഫീൽഡിൽ തന്നെ നിൽക്കുന്ന ആൾക്കാരാണ്. നമുക്ക് എന്തുകൊണ്ടും ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഇതാണ്. നമുക്ക് ഇതിന്റെ ഒപ്പം തന്നെ ഒരു 1 year വാറന്റി കൂടി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഇതുപോലെ തന്നെ ക്ലെയിം ചെയ്യാവുന്നുള്ളൂ. കൂടുതൽ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് കണ്ടന്റിന് വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.